പൊതുവെ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാണെങ്കിലും ചിലപ്പോൾ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ അമിതമായ വണ്ണം ഉണ്ടാകാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ വഴിയുള്ള പ്രശ്നങ്ങളോ ഭക്ഷണ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഇവർക്ക് വരാം. ചൂണ്ടുവിരലിൽ വരുന്ന പ്രശ്നങ്ങൾ, പുളവ മുതലായിട്ടുള്ള രോഗങ്ങൾ, കർണരോഗങ്ങൾ, തൊണ്ടയിലുണ്ടാകുന്ന രോഗങ്ങൾ, തോളലുകളിലെ ഒടിവ് മുതലായവ, ശ്വാസകോശ രോഗങ്ങൾ, ഉരസിൽ വരുന്ന എല്ലാ രോഗങ്ങളും, പ്ലൂറസി, ക്യാൻസർ, സ്തനാർബുദം, ഉദരരോഗം, വിശപ്പില്ലായ്മ ഇല്ലെങ്കിൽ അഗ്നിവാന്ത്യം എന്ന് പറയുന്ന അസുഖം, ചെവിവേദനാദി രോഗങ്ങൾ, രക്തരോഗങ്ങൾ, ന്യൂമോണിയ, ചുമ, മഞ്ഞപ്പിത്തം, ശരീരം തടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അന്നനാളത്തിൽ വരുന്ന രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ എന്നിവയൊക്കെയാണ് പുണർതം നക്ഷത്രത്തിന് പറയുന്ന രോഗങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുണർതം നക്ഷത്രം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രവും ചന്ദ്രൻ്റെ രാശിയുമായതുകൊണ്ട് അതൊരു ഗജകേസരി, ഇവർക്ക് ഭൗതികമായിട്ടുള്ള എല്ലാം കിട്ടും. പക്ഷേ 6th ഹൗസായിട്ട് അവിടെ പുണർതം നക്ഷത്രത്തിൽ വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 6th ഹൗസ് ലോഡായിട്ട് അവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭത്തിനാറാണ്. അല്ല 6th ഹൗസ് ലോഡ് അവിടെ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കണം കേട്ടോ. ഈ കുംഭത്തിന് 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാം ഭാവാധിപനും കൂടിയാണ്. 6ാം ഭാവം വ്യാഴം നക്ഷത്രമാകുമ്പം പിതൃപ്രീതി വരുത്തണം എന്നുള്ളതാണ്. പിതൃക്കളുടെ വിഷയങ്ങൾക്ക് ഉള്ള പരിഹാരം പുണർതം വ്യാഴത്തിൻ്റെ നക്ഷത്രം വരുന്ന സമയത്ത് ആചാര്യന്മാർ പറയുന്നത് കേട്ട് പിതൃക്കളെ ആശ്രയിക്കണം എന്നുള്ളതാണ്. ആചാര്യ ദക്ഷിണ കൊടുത്ത ശേഷം പിതൃക്കളെ ആശ്രയിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിതൃബലി നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും.